ഹലോ ഗൈസ്, ഒരു കോണ്ടന്റും കിട്ടാതെ ചൊറിയും കുത്തുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നൊരു കാര്യം ഷെയർ ചെയ്യാം. വേറൊന്നല്ല, നിങ്ങൾ പ്രണയിച്ച കല്യാണം കഴിച്ചവരാണോ? ആക്ച്വലി ഞാനും എൻ്റെ ഹസ്ബൻഡും പ്രണയിച്ച കല്യാണം കഴിച്ചാണ്. ഏകദേശം ഒരു 10 years ഞങ്ങൾ ലവ് ചെയ്ത് കല്യാണം കഴിച്ച ആളാണ്. ഇവളിപ്പോൾ എന്തിനാ ഇതൊക്കെ ഇവിടെ നിന്ന് പറയണമെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. പറയാൻ കാര്യമുണ്ട്, വേറൊന്നല്ല. ഈ 10 വർഷം പ്രണയിച്ച നാളുകളിൽ എന്നെ എൻ്റെ ഹസ്ബൻഡ് വിളിച്ചിരുന്നത് വാവേന്നായിരുന്നു. എങ്ങനെ? വാവേന്ന്. പക്ഷേ കല്യാണത്തിന് ശേഷം എന്നെ വിളിച്ചിരുന്നത് എടീ എടീ എടീ. അത് പലതരം എടികൾ. എടി എടി എടീ എടീ, അങ്ങനെ ദേഷ്യം വന്നാലും സ്നേഹമുള്ളപ്പോഴും പല ടോണുകളിൽ എടി. ആ വാവ അങ്ങോട്ട് ഇല്ലാണ്ടായി, എന്നെ വിളിക്കാറില്ല. അപ്പം ഞാൻ എപ്പോഴും ചോദിക്കും, എന്തെല്ലാം ഇപ്പോൾ വാവേന്ന് വിളിക്കാത്തത്? ഇപ്പം കണ്ണാപ്പി സാധനോടി. ഞങ്ങൾ പ്രണയിച്ചു തുടങ്ങിയ നാളുകളിലൊന്നും ഈ വാവയൊന്നും അധികമില്ല. അതായത് ഞങ്ങളുടെ സ്റ്റാർട്ടിങ് ടൈം, ഞങ്ങളൊരു 10 years പ്രണയിച്ച് കല്യാണം കഴിച്ചതായിരുന്നു പറഞ്ഞല്ലോ. ഞങ്ങൾ ഏകദേശം ഒരു 5 years ഒക്കെ ആയപ്പോഴാണ് ഈ ടിക്ടോക്ക് അങ്ങനത്തെ സാധനമൊക്കെ സോഷ്യൽ മീഡിയ അങ്ങോട്ട് വൈറലായിട്ട് ഈ കണ്ണാപ്പി സാധനങ്ങൾ കയറുന്നത്. അതിൽ കൂടുതലും ഈ ബാവേ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടായിരുന്നു റീൽസ് അല്ലെങ്കിൽ വീഡിയോസ് വന്നിരുന്നത്. അപ്പോൾ ആൾക്കാരിൻ്റെ ഒരു ഇതായി, ഇനി അങ്ങനെ വിളിക്കണ്ട. പക്ഷെ എനിക്കിഷ്ടമായിരുന്നു, കാരണം നമ്മൾ തുടങ്ങിയപ്പോൾ തൊട്ടേ ആ ഒരു വിളിയാണ് കേട്ടേക്കുന്നത്. കല്യാണത്തിന് ശേഷവും വിളിച്ച് കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും വിളിക്കാറില്ല. ഞാൻ ചെന്ന് വിളിക്കാത്ത വേണ്ട ശോകമാണ്. ബട്ട് എന്നെ വിളിച്ചില്ലെങ്കിലും എൻ്റെ എല്ലാ ബർത്ത്ഡേ കേക്കിലും ആനിവേഴ്സറി കേക്കിലും ഹാപ്പി ബർത്ത്ഡേ വാവ, ഹാപ്പി ആനിവേഴ്സറി വാവ എന്ന് കൃത്യമായി എഴുതുമായിരുന്നു. ബട്ട് അതെനിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു. നിങ്ങളും ഇങ്ങനെയാണോ? പ്രണയിച്ച നാളുകളിൽ വിളിച്ച വിളിയാണോ ഇപ്പോഴും? പക്ഷെ വേറൊരു കാര്യം നിങ്ങൾ വിചാരിക്കണം, 10 വർഷം പ്രണയിച്ചപ്പോഴും ഇപ്പം കല്യാണം കഴിച്ച 5 കൊല്ലമായിട്ടും ഞാൻ ഓൾവേസ് കുട്ടൻ എന്നാണ് വിളിക്കുന്നത്. ദാറ്റ് ക്യൂട്ട് കുട്ടൻ. ബട്ട് പുള്ളിക്കാരനെ അങ്ങനെ വിളിക്കണില്ലെന്നേ പറയാൻ എനിക്കത് ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് കേട്ടിട്ട് നിങ്ങൾ നിന്നെങ്ങാനും എൻ്റെ മാവേന്നെങ്ങനെ വിളിച്ചിട്ട് മൂക്കിട് ചെയ്യാൻ പറ്റും, ഞാൻ പറഞ്ഞേക്കാം. അപ്പോൾ അത്രയുള്ള ഗൈസ്, എന്തെങ്കിലും കോണ്ടന്റ് കണ്ടുപിടിച്ചിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരാം. ബൈ. ഈ സൂര്യന് പോറായില്ല കണ്ണിൻ്റെ